നമസ്കാരം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കാഞ്ഞിരത്തുങ്കാലിൽ ലഹരിയിൽ യുവാക്കളുടെ പരാക്രമം. പോലീസുകാരനുൾപ്പെടെ 2 പേർക്ക് വെട്ടേറ്റു. അതിക്രമികളായ സഹോദരന്മാർക്കായി അന്വേഷണം. നെയ്യാറ്റിൻകരയിൽ ചാടിപ്പോയ പ്രതി പിടിയിൽ. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടന്നത് മോഷണക്കേസ് പ്രതി താജുദ്ദീൻ. പിടികൂടിയത് സമീപത്തെ ക്ഷേത്ര പരിസരത്ത് നിന്ന്. മോട്ടോർ വാഹന വകുപ്പിനെതിരെ കൊളുക്കുമലയിലെ ജീപ്പ് ഡ്രൈവർമാർ 1.5 മാസമായി ഓട്ടം പോകാൻ സമ്മതിക്കുന്നില്ല. മോട്ടോർ വാഹന വകുപ്പിന്റെ വിലക്കിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലെന്ന ആക്ഷേപം. 10ാം ക്ലാസ്സുകാരിയെ ഫോണിൽ ശല്യം ചെയ്ത 2 പേർ പിടിയിൽ. പിടിയിലായത് വെള്ളറട സ്വദേശികൾ. അസഭ്യം പറയാൻ കൊട്ടേഷൻ നൽകിയത് പെൺകുട്ടിയുടെ മുൻ സുഹൃത്ത്. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് നാളെ തുടക്കം. എന്റെ കേരളം പ്രദർശനമേള കാലിക്കടവിൽ. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷം ബഹിഷ്കരിക്കും. കാസർഗോഡ് കാഞ്ഞിരത്തുങ്കാലിൽ ലഹരിക്കടിമയായ യുവാക്കളുടെ ആക്രമണത്തിൽ സിവിൽ പോലീസ് ഓഫീസർ ഉൾപ്പെടെ 2 പേർക്ക് വെട്ടേറ്റു. സഹോദരങ്ങളായ വിഷ്ണു എന്നിവരാണ് ആക്രമണം നടത്തിയത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാഞ്ഞിരത്തുങ്കാൽ കുറത്തിക്കുണ്ടിലാണ് ലഹരിക്കടിമയായ സഹോദരങ്ങളുടെ ആക്രമണം. അധ്യാപക ദമ്പതിമാരുടെ വീട്ടിലെത്തി ജിഷ്ണുവും വിഷ്ണുവും പ്രശ്നങ്ങളുണ്ടാക്കിയതോടെയാണ് നാട്ടുകാർ ഇവിടെ എത്തിയത്. അധ്യാപക ദമ്പതികൾക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിച്ചപ്പോൾ തടയുന്നതിനിടെയാണ് പ്രദേശവാസിയായ സരീഷിന് വെട്ടേറ്റത്. വിവരമറിഞ്ഞെത്തിയ പോലീസിനെയും ഇവർ ആക്രമിച്ചു. 2 കൈയിലും കത്തി കെട്ടിവെച്ച് ഭീതി പടർത്തിയായിരുന്നു ആക്രമണം. പോലീസിനോ നാട്ടുകാർക്കോ ഇവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. തുടർന്ന് ഇരുവരും രക്ഷപ്പെടുകയായിരുന്നു. 8 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് നിന്നും ഇവിടെ എത്തിയ ഇവർ റബ്ബർ ടാപ്പിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു. പ്രതികൾക്കെതിരെ ബേഡകം പോലീസ് വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. കൃത്യത്തിന് ഉപയോഗിച്ച വാൾ സമീപത്തെ സ്കൂൾ പരിസരത്തു നിന്നും കണ്ടെത്തി. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് നരുക്കുനിയിലെ ചെരുപ്പ് കടയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ കൊടുവളി സ്വദേശി മുഹമ്മദ് മൂസിൻ അറസ്റ്റിൽ. ഇയാളുടെ വീട്ടിൽ നിന്നും 11,000 പാക്കറ്റ് നിരോധിത ലഹരി വസ്തുക്കൾ കണ്ടെത്തി. ഇന്നലെ മുഹസിന്റെ നരുക്കുനിയിലെ ചെരുപ്പുകടയിലെ നിന്ന് 890 പാക്കറ്റ് ഹാൻഡ്സ് പിടികൂടിയിരുന്നു. കർണാടകയിൽ നിന്നും ലോറിയിൽ എത്തിക്കുന്ന ലഹരി വസ്തുക്കൾ ജില്ലയിലെ വൻകിട ചെറുകിട കച്ചവടക്കാർക്ക് എത്തിച്ചു നൽകിയിരുന്നത് മുഹമ്മദ് മൂസിനായിരുന്നു. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതനായ കുട്ടികളുടെ രക്ഷിതാക്കളെ പ്രതി ചേർക്കില്ല. കേസിൽ മുതിർന്നവർ ഉൾപ്പെട്ടതായി തെളിവുകളില്ലെന്ന് പോലീസ് അറിയിച്ചു. അതിനിടെ കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. കുട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ സ്ഥലത്ത് മുതിർന്നവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നായിരുന്നു ഷഹബാസിന്റെ കുടുംബത്തിന്റെ ആരോപണം. നെഞ്ചക്കടക്കമുള്ള ആയുധങ്ങൾ നൽകിയത് കുറ്റാരോപിതനായ കുട്ടിയുടെ പിതാവാണെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കൊലപാതകത്തിൽ മുതിർന്നവരുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. മെയ് 2ാം വാരം കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് നീങ്ങുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട്. ഈ പരിഗണന ലഭിക്കാതിരിക്കുന്നതിനാണ് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ നീക്കം നടക്കുന്നത്. പ്രതികളുടെ ജാമ്യാപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും ജില്ലാ കോടതിയും തള്ളിയിരുന്നു. സംഘർഷത്തിൽ ഉൾപ്പെട്ട കുട്ടികൾ, ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവരുടെ മൊഴികൾ പോലീസ് ശേഖരിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും കേസിൽ നിർണായകമാണ്. കൊലപാതകത്തിന് മുമ്പും പിമ്പും കുറ്റാരോപിതരായ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലൂടെ നടത്തിയ കൊലവിളിയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളുടെ ആധികാരികത, അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ഇൻസ്റ്റഗ്രാമിന്റെ മാതൃസ്ഥാപനമായ മെറ്റയിൽ നിന്നും ഇനി ലഭിച്ചിട്ടില്ല. ഇവ കൂടി ലഭിച്ചാൽ ഡിജിറ്റൽ തെളിവ് ശേഖരണം പൂർത്തിയാക്കാനാവുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. വൈകാതെ ഇവ ലഭ്യമാകുമെന്നാണ് കണക്കൂട്ടൽ. ഫെബ്രുവരി 27 താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിനടുത്ത് നടന്ന സംഘർഷത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത്. മാർച്ച് 1 ഷഹബാസ് മരിച്ചു. കേസിൽ പ്രതികളായ 6 വിദ്യാർത്ഥികൾ വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. 10ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞ യുവാക്കൾ വെള്ളറട പോലീസിന്റെ പിടിയിൽ. കുന്നത്തുകാൽ മൂവേര സ്വദേശി സച്ചു എന്ന് വിളിക്കുന്ന സജിൻ, നാറാണി കാട്ടുകോണം സ്വദേശി അനന്തു എന്നിവരാണ് വെള്ളറട പോലീസിന്റെ പിടിയിലായത്. പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂരിൽ വീടിന് തീപിടിച്ച് യുവാവ് വെന്തുമരിച്ച സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. ഇന്നലെ രാത്രി ഇളകൊള്ളൂർ ലക്ഷം വീട്ടിൽ സോമന്റെയും വനജയുടെയും മകൻ മനോജാണ് മരിച്ചത്. വീടിന് തീയിട്ടത് മരിച്ച മനോജാണോ അതോ മനോജിന്റെ അമ്മ വനജയാണോ എന്ന കാര്യം ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ രാത്രി 8:30-ക്കാണ് ഇളകൊള്ളൂർ ലക്ഷം വീട്ടിൽ
വനജയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായത്. ആ സമയം നാട്ടുകാരെത്തി വീട്ടിൽ നിന്ന് വനജയെയും സോമനെയും രക്ഷപ്പെടുത്തിയിരുന്നു. തീ പടർന്നപ്പോൾ വീട്ടിൽ മറ്റാരും ഇല്ലെന്നാണ് വനജ ആദ്യം നാട്ടുകാരോട് പറഞ്ഞത്. എന്നാൽ അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചപ്പോഴാണ് മനോജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച മനോജിന്റെ മുറിയിൽ നിന്നാണ് ആദ്യം തീ കണ്ടതെന്ന് വനജ പിന്നീട് മൊഴി നൽകി. വനജ ഈ സമയം മദ്യലഹരിയിൽ ആയിരുന്നുവെന്നും കുടുംബകലഹം പതിവായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. എന്നും ഉണ്ട് വെള്ളമടിയാ. അവര് ശബരിമല പോയി കച്ചവടത്തിന് പോയിച്ച് വന്നു കഴിഞ്ഞ് കൊണ്ടുവരുക, തന്തയും മക്കളും എല്ലാം കൂടെ അടിച്ചും വെച്ച് പിന്നെ തെറി പറിച്ചിലും എല്ലാം. ശബരിമല ജോലിക്കൊക്കെ പോകുന്ന അച്ഛനായിരുന്നു ആദ്യം പോകുന്നത്, ഇപ്പം മോനെ പോകും. സ്ഥിരം ഇവര് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഞങ്ങൾ അതുകൊണ്ട് പിന്നെ അയൽവക്കക്കാരെ നോക്കുന്നു. 8 വർഷം മുമ്പാണ് വീട്ടിൽ വനജയും ഭർത്താവ് സോമനും മകൻ മനോജും താമസമാക്കിയത്. വനജയുടെ സഹോദരൻ പ്രസാദിന്റേതാണ് കത്തിയ വീട്. 25 വർഷം മുമ്പ് പ്രസാദിന്റെ ഭാര്യ രമ ഈ വീട്ടിൽ വെച്ച് തീ കൊളുത്തിയ ശേഷം കിണറ്റിൽ ചാടി മരിച്ചിരുന്നു. ഭാര്യയുടെ മരണത്തോടെ വീട് വിട്ടുപോയ പ്രസാദ് 5 വർഷം മുമ്പ് തൂങ്ങി മരിക്കുകയും ചെയ്തു. ശബരിമലയിൽ ഹോട്ടൽ ജോലിക്കാരനായ മനോജ് കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മനോജിന്റെ മാതാപിതാക്കളെ വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് 18 പത്തനംതിട്ട. ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന സർജറി രഹസ്യമായി ഫോണിൽ പകർത്തിയ താൽക്കാലിക ജീവനക്കാരന് സസ്പെൻഷൻ. പാറശാല താലൂക്ക് ആശുപത്രിയിലെ ടെക്നീഷ്യൻ അരുണിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന സർജറി താൽക്കാലിക ജീവനക്കാരനായ അരുൺ മൊബൈലിൽ പകർത്തുന്നത് ഡ്യൂട്ടി ഡോക്ടറുടെയും മറ്റ് ജീവനക്കാരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. വിവരം സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 30 ദിവസത്തേക്ക് അനസ്തീഷ്യ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തത്. ഇതിനു മുമ്പും ഇയാളെ സമാന കുറ്റത്തിന് ശിക്ഷിച്ചിരുന്നു. ആശുപത്രി വികസന സമിതി മുഖേനയാണ് അരുണിനെ നിയമനം ലഭിച്ചത്. താൻ ആശുപത്രിയിലുണ്ട് എന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വീഡിയോ കോൾ ചെയ്തതെന്നാണ് അരുൺ അധികൃതർക്ക് നൽകിയ വിശദീകരണം. അതേസമയം ഗുരുതരമായ കുറ്റകൃത്യം കൈയോടെ പിടികൂടിയിട്ടും താൽക്കാലിക ജീവനക്കാരൻ മാത്രമായ ഇയാളെ വീണ്ടും ഇത്തരത്തിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഭാഗമെന്നാണ് ആരോപണം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കോഴിക്കോട് ഫാറൂഖിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്തു നിന്നും പണവും മൊബൈൽ ഫോണുകളും കവർന്നയാൾ പിടിയിൽ. നിലമ്പൂർ സ്വദേശി അബ്ദുൾ റഷീദാണ് പിടിയിലായത്. നിലമ്പൂരിലെ ലോഡ്ജിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ചന്തക്കടവിൽ നിന്നും 11 മൊബൈൽ ഫോണുകളും 1 ലക്ഷം രൂപയുമാണ് മോഷണം പോയത്. 5 മൊബൈൽ ഫോണുകൾ പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. ബാക്കി ഫോണുകൾ വിറ്റതായും ഇയാൾ സമ്മതിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന വ്യാജേന തലേ ദിവസം അതിഥി തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് ഇയാൾ പോയിരുന്നു. പിന്നീടാണ് മോഷണം നടത്തിയത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും വിപുലമായ പരിപാടികളുടെ സംഘടിപ്പിക്കുന്ന ആഘോഷങ്ങളിലേക്ക് പ്രമുഖ വ്യക്തികൾക്കും ക്ഷണമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ദൂർത്തെന്നാരോപിച്ച് പ്രതിപക്ഷം ബഹിഷ്കരിക്കും. നാളെ കാസർഗോഡ് കാലിക്കടവിൽ നിന്നാണ് തുടക്കം. വാർഷികാഘോഷങ്ങൾക്കൊപ്പം പ്രദർശന വിപണനമേളയും നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഉദ്ഘാടകൻ. പ്രത്യേകം ക്ഷണിക്കപ്പെട്ട 500 വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. എല്ലാ ജില്ലകളിലും സമാന രീതിയിൽ പരിപാടികളുണ്ടാകും. പുറമെ മേഖലാവലോകന യോഗങ്ങളും നടക്കും. നവകേരള സദസ്സിന് സമാനമായി ജില്ലകൾ തോറുമെത്തി പ്രമുഖ വ്യക്തികളെ കാണാനും സർക്കാരിന്റെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമാണ് ശ്രമം. ഫലത്തിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുന്നണിയുടെ രാഷ്ട്രീയ നീക്കമായി കൂടി ഇത് മാറുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെയുള്ള ധൂർത്തെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിക്കും. മെയ് 30 വരെയാണ് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും പരിപാടിക്കിടെ വിലയിരുത്തപ്പെടും. ന്യൂസ് 18 തിരുവനന്തപുരം. ഈസ്റ്ററിന് വരവേറ്റ് ഇടുക്കിയുടെ ഹൈറേഞ്ചിൽ ലില്ലി പൂവിട്ടു. ഹൈറേഞ്ചിന്റെ എല്ലാ മേഖലയിലും ഈസ്റ്റർ ലില്ലികൾ വസന്തം തീർത്തിട്ടുണ്ട്. കാണാം ആ കാഴ്ച. ഇടുക്കിയുടെ മലയോരങ്ങളിൽ വസന്തം തീർക്കുകയാണ് ലില്ലികൾ. വിവിധ നിറങ്ങളിലുള്ള പൂക്കളാണ് ഹൈറേഞ്ചിലുള്ളത്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ലില്ലികൾ പൂവിടുക. വേനൽ മഴയ്ക്ക് ശേഷം ഈസ്റ്റർ ലില്ലി എന്നാണ് വിളിക്കാറ്. ഇക്കുറി ധാരാളമായി പൂവിട്ടിട്ടുണ്ട്. ലില്ലിപ്പൂക്കൾ സഞ്ചാരികൾക്കും കൗതുക കാഴ്ചയാണ്. ബാർബഡോസ് ലില്ലി എന്ന അമേരിക്കൻ സസ്യമാണ് കേരളത്തിൽ ഈസ്റ്റർ ലില്ലി എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ദക്ഷിണ അമേരിക്കയിലെ ചില ഉഷ്ണമേഖല പ്രദേശങ്ങളാണ് സ്വദേശമെങ്കിലും കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥയിലും ഈ ചെടികൾ സമൃദ്ധമായി വളരുന്നു. ഏറെ ഭംഗിയുള്ള പൂക്കൾ സമ്മാനിക്കുന്ന ഈസ്റ്റർ ലില്ലി വീടുകളിൽ അലങ്കാര ചെടിയായി നട്ടു വളർത്തുന്നവരും ഏറെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ചതുപ്പ് സ്ഥലങ്ങളിലും പുഴയോരത്തും കണ്ടുവരുന്ന ഈസ്റ്റർ ലില്ലി തേയില വ്യവസായത്തിനായി ബ്രിട്ടീഷുകാരാണ് മൂന്നാറിലെത്തിച്ചതെന്ന് പറയപ്പെടുന്നു. വെള്ളയും പിങ്കും ഓറഞ്ചും നിറങ്ങളിലുള്ള പൂക്കളാണ് ഹൈറേഞ്ചിലെ വിവിധയിടങ്ങളിൽ വിരിഞ്ഞിട്ടുള്ളത്. ന്യൂസ് 18 മൂന്നാർ. വലിയ പാഠങ്ങൾ പകർന്നു നൽകുന്നൊരു കുട്ടി കർഷകനെ നമുക്കിനി പരിചയപ്പെടാം. 13-ാം വയസ്സിൽ 10 പശുക്കളെയാണ് മലപ്പുറം വയലത്തൂരിലെ ബിൻഷാദ് വളർത്തുന്നത്. പശുക്കളെ മേയ്ക്കുന്നതും കറക്കുന്നതുമെല്ലാം ഈ കൊച്ചുമിടുക്കൻ തന്നെയാണ്. ബിൻഷാദിന് കൃഷി ലഹരിയാണ്. വല്യുപ്പയുടെയും ഉപ്പയുടെയും ജീവിതചര്യ കണ്ട് പശു വളർത്തലിനോട് ഇഷ്ടം തുടങ്ങിയതാണ്. 7-ാം വയസ്സിൽ പശുക്കളെ വളർത്താൻ ഒപ്പം കൂടി. രാവിലെ തൊഴുത്തിൽ നിന്നിറക്കി വെള്ളം കൊടുക്കുന്നതും പുറത്ത് മേയാൻ കൊണ്ടുകെട്ടുന്നതുമെല്ലാം ബിൻഷാദാണ്. വൈകിട്ട് പശുക്കളെ കറന്ന് തൊഴുത്തിലാക്കിയ ശേഷമാണ് ഉറക്കം. സങ്കര ഇനത്തിലുള്ള 10 പശുക്കളെ പരിപാലിച്ചും തീറ്റ നൽകിയും മികച്ച ഒരു ക്ഷീരകർഷകനായിരിക്കുകയാണ് ഈ കുഞ്ഞുപ്രായത്തിൽ തന്നെ ബിൻഷാദ്. പശുക്കളുടെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട് ഈ 13-കാരന്. ഞാൻ KHMHS വാളക്കുളം സ്കൂളിലാണ് പഠിക്കേണ്ടത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. കുഴപ്പമില്ലാതെ പഠിക്കാനും പറ്റുന്നുണ്ട്. ക്ലാസ്സിൽ 2ാം സ്ഥാനമാണ് എനിക്ക്. ഇതൊക്കെ കൊണ്ടുനടക്കാനും എല്ലാം കൂടി പറ്റുന്നുണ്ട് എനിക്ക്. അല്ല കുഴപ്പമൊന്നും ഞമ്മല്ല. 285 വീടുകളിൽ ബിൻഷാദ് പാൽ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കണക്ക് ഫോണിലെ ഒരു ആപ്പിൽ സൂക്ഷിക്കും. ഈ ആപ്പിന്റെ പ്രവർത്തനം യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. കൃഷി മാത്രമല്ല, അതിനൊപ്പം പഠിക്കാനും കളിക്കാനുമൊക്കെ ബിൻഷാദ് സമയം കണ്ടെത്തുന്നുണ്ട്. നിറയെ പശുക്കളുള്ള ഒരു വലിയ ഫാമും കൃഷിയുമൊക്കെയാണ് ബിൻഷാദിന്റെ സ്വപ്നങ്ങൾ. വാളക്കുളം KHMHSS-ൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബിൻഷാദ്. ന്യൂസ് 18 തിരൂർ. ഇടുക്കി വെൺമണി പാലപ്ലാവ് കോളനി റോഡിൽ യാത്രാക്ലേശം രൂക്ഷമാണ്. റോഡ് തകർന്ന് വർഷങ്ങളായിട്ടും നന്നാക്കാൻ നടപടിയില്ലാത്തതിൽ പ്രതിഷേധം ശക്തവും. കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് പാലപ്ലാവ് കോളനി. 100ഓളം പട്ടികവർഗ കുടുംബങ്ങളാണ് ഇവിടുത്തെ താമസക്കാർ. അംബേദ്കർ കോളനി എന്നറിയപ്പെടുന്ന ഇവിടേക്ക് നല്ല റോഡില്ലാതായിട്ട് വർഷങ്ങളായി. തകർന്ന് തരിപ്പണമായ റോഡിലൂടെ യാത്ര ചെയ്യാനാകില്ല. ജനപ്രതിനിധികളെയും അധികൃതരെയും നാട്ടുകാർ പലവട്ടം വിവരം ധരിപ്പിച്ചു. നടപടി മാത്രമുണ്ടായില്ല. വെൺമണി പാലപ്ലാവ് റോഡാണ് ഇത്. പൊട്ടിപ്പൊളിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. നമുക്ക് നമ്മളിതിന് പരാതിയും അപേക്ഷ എല്ലാം കൊടുത്തു. പക്ഷേ ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല. നമ്മുടെ ഈ വാർഡിൽ മെമ്പറിനോടൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അവർ ഒരു നിഷേധ മനോഭാവമാണ് കാണിക്കുന്നത്. നമുക്ക് മഴക്കാലം ആയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേനൽക്കാലത്ത് ഒരുവിധമൊക്കെ വാഹനങ്ങൾ വരുമെങ്കിലും മഴക്കാലമായാൽ സ്ഥിതി മാറും. റോഡാകെ ചെളി മൂടും. കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ വാഹനങ്ങൾ സർവീസ് നടത്തില്ല. കോളനിയിലെ വയോധികരടക്കം വലിയ പ്രയാസത്തിലാകും. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയാകും. റോഡിന്റെ കാര്യത്തിൽ അടിയന്തര തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തിയ ചില ജീപ്പ് ഡ്രൈവർമാരെ മോട്ടോർ വാഹന വകുപ്പ് വിലക്കുന്നതായി പരാതി. 1.5 മാസത്തോളമായി ഇവരുടെ വാഹനങ്ങൾ ഓടാൻ അനുവദിക്കുന്നില്ലെന്നാണ് ആരോപണം. രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് ഡ്രൈവർമാർ ആരോപിക്കുന്നു. 200-ലധികം ജീപ്പുകളാണ് ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ നിന്നും കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി പോകുന്നത്. ഇതിൽ 6 വാഹനങ്ങൾക്കാണ് RTO വിലക്ക് ഏർപ്പെടുത്തിയത്. വാഹനത്തിന്റെ ഉടമ നിലവിൽ തമിഴ്നാട്ടിലാണെന്ന കാരണം പറഞ്ഞായിരുന്നു ആദ്യ വിലക്ക്. എന്നാൽ പിന്നീട് ഇത് പരിഹരിച്ചു. പഞ്ചായത്തിൽ നിന്നുള്ള അനുമതി ലഭിച്ചെങ്കിലും വാഹനമോടാൻ RTO അനുവദിക്കുന്നില്ല. 45 ദിവസമായി ഇവരുടെ വാഹനങ്ങൾ സർവീസ് നടത്തിയിട്ട്. സീസൺ സമയത്ത് ഓടാനാകാതെ വന്നതോടെ വലിയ ദുരിതത്തിലാണ് ഇവരുടെ ജീവിതം. അച്ഛൻ്റെ പേരിലുണ്ടായപ്പം മാറ്റാൻ പറഞ്ഞു. ആധാർ കാർഡ് മാറ്റാൻ പറഞ്ഞു. അപ്പം ബുക്ക് പേപ്പർ എൻ്റെ പേരിലാക്കി. എൻ്റെ പേരിലാക്കിയിട്ട് നമ്മൾ RD ഓഫീസ് ചെല്ലുമ്പോൾ അവർ പുറക്കണിക്കുക, വേണ്ട മാറ്റി നിർത്തുക. അത് പാർട്ടി രീതിയായിട്ടാണ് അവർ ചെയ്യുന്നത്. വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് ഇടപെടുകയും പ്രസിഡന്റ് RTOയെ നേരിട്ട് വിളിക്കുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങളാണ് മാറ്റി നിർത്തലിന് പിന്നിലെന്ന് RTO മറുപടി നൽകിയതായാണ് ആരോപണം. വർഷങ്ങളായി ജീപ്പ് ഓടിച്ച് വരുമാനം കണ്ടെത്തുന്ന ഡ്രൈവർമാർ വലിയ ബുദ്ധിമുട്ടിലാണ്. സംഭവത്തിൽ RTOയ്ക്കെതിരെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് BJP. ഇപ്പം നമുക്ക് ഇത് നടപടി വീണ്ടും ഇവരുടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുവാണെങ്കിൽ
നമ്മൾ വീണ്ടും നമുക്ക് സമരം ചെയ്യും. പക്ഷേ ഒരു വണ്ടിയും ഓടിക്കാത്ത രീതിക്ക് നമ്മൾ സമരം ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കുള്ളൂ. സാറുടെ രീതിക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ രീതിക്ക് പോകും. BJP കാരനെന്നും പറഞ്ഞ് ഞങ്ങളെ പിള്ളേരെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ തൊഴിലെടുത്ത് ഏലക്കാട്ടിലും തേയിലക്കാട്ടിലും പണിത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു അച്ഛനമ്മനും മക്കളും ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഇവർ വണ്ടി വാങ്ങിച്ചിട്ട് 45 ദിവസം ഓടിയില്ലെന്ന് പറഞ്ഞ് അവരുടെ ജീവിതം കൊണ്ട് നോക്കണം. നിയമം പാലിച്ച് പ്രവർത്തിച്ചിട്ടും ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് ഡ്രൈവർമാരുടെ പരാതി. ന്യൂസ് 18 ഇടുക്കി. മദ്യപാന്മാരുടെ താവളമായതോടെ സഞ്ചാരികൾ കൈവിട്ടിരിക്കുകയാണ് ഇടുക്കി പൊന്മുടി എക്കോ പോയിന്റ്. മുൻപ് നിരവധി സഞ്ചാരികൾ എത്തിയിരുന്ന പ്രദേശത്ത് ഇപ്പോൾ നാമമാത്രമായ ആളുകൾ മാത്രമാണ് എത്തുന്നത്. പൊന്മുടി ജലാശയത്തിലെ ബോട്ടിംഗ് ആദ്യം ആരംഭിച്ചത് എക്കോ പോയിന്റിൽ നിന്നായിരുന്നു. പിന്നീട് പൊന്മുടി ഡാം ടൂറിസം പദ്ധതി വന്നതോടെ എക്കോ പോയിന്റ് സംരക്ഷണമില്ലാതെ അനാഥമായി. മനോഹരമായ പ്രദേശം ഇന്ന് മാലിന്യങ്ങൾ കൊണ്ടും മദ്യക്കുപ്പികൾ കൊണ്ടും നിറഞ്ഞു. സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമാണ് ഇന്നിവിടം. എക്കോ പോയിന്റിലെ ടൂറിസം വികസനം കുറഞ്ഞതോടുകൂടി ഈ നാട്ടിലെ ടൂറിസത്തിന്റെ വികസനം കൂടിയാണ് കണ്ണടയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ ബന്ധപ്പെട്ട ആളുകൾ എക്കോ പോയിന്റിലെ ടൂറിസം നിലനിർത്തുന്നതിനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒരു പൊതുപ്രവർത്തനങ്ങളിൽ എനിക്ക് പറയാനുള്ളത്. പൊന്മുടി എക്കോ പോയിന്റ് ടൂറിസം പദ്ധതി നിലച്ചതോടെ മങ്ങലേറ്റത് പ്രാദേശിക ടൂറിസം വികസന സ്വപ്നങ്ങൾ കൂടിയാണ്. ആളൊഴിഞ്ഞ ടൂറിസം മേഖലയുടെ പുനരുദ്ധാരണത്തിന് പദ്ധതി ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ആത്മരക്ഷയ്ക്കും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കും കുട്ടികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ സൗജന്യ നീന്തൽ പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് പാലക്കാട് കപ്പൂർ ജനതാ ഗ്രന്ഥശാല. ജില്ലാ ട്രോമ കെയറിന്റെ സഹകരണത്തോടു കൂടിയാണ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത്. വേനലവധി ആരംഭിച്ചതോടെ വെള്ളക്കെട്ടിൽ വീണ് കുട്ടികൾക്ക് അപകടം സംഭവിക്കുന്നത് പതിവാണ്. നീന്തൽ വശമില്ലാത്തതാണ് പ്രധാന കാരണം. ജലാശയങ്ങളിലെ അപകട മരണങ്ങൾ ഇല്ലാതാക്കാൻ സൗജന്യ നീന്തൽ പരിശീലനത്തിന് നേതൃത്വം നൽകുകയാണ് കപ്പൂർ ജനത ഗ്രന്ഥശാല പ്രവർത്തകർ. പാലക്കാട് ജില്ലാ ട്രോമ കെയർ അംഗങ്ങളാണ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും നീന്തൽ അറിയണം. അത് നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ്. എന്തിനാ? വെക്കേഷൻ കാലയളവിൽ നിങ്ങളെപ്പോഴും പത്രം വായിക്കുന്നുണ്ടാവും അല്ലേ? കുട്ടികൾ കുളത്തിൽപ്പെട്ടു, പുഴയിൽപ്പെട്ടു അല്ലേ? എത്ര വാർത്തകളാണ് നമ്മളങ്ങനെ കാണുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടേണ്ട ഒരു നാടല്ല നമ്മുടെ നാട്. ട്രോമ കെയറിന്റെ 9 പേരാണ് കുട്ടികൾക്ക് ആദ്യ ദിനത്തിൽ പരിശീലനം നൽകിയത്. 40ഓളം കുട്ടികൾ പങ്കെടുത്തു. 3 ദിവസങ്ങളിലാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. നമുക്ക് എക്യുപ്മെന്റ്സ് കിട്ടുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പാലക്കാട് ജില്ലാ ട്രോമ കെയർ വളരെ സൗജന്യമായി എല്ലാ പ്രദേശത്തുള്ള കുട്ടികൾക്കും ചെറുതും വലുതും എല്ലാ കുട്ടികൾക്കും വലിയ മുതിർന്ന ആളുകൾക്കും നമുക്ക് നീന്തൽ പരിശീലനം കൊടുക്കാൻ പാലക്കാട് ജില്ലാ ട്രോമ കെയർ സന്നദ്ധരാണ്. ഭാരതപ്പുഴയും നിരവധി കുളങ്ങളും തോടുകളും വെള്ളക്കെട്ടുകളുമുള്ള സ്ഥലമായ പട്ടാമ്പി തൃത്താല മേഖലകളിൽ നിരവധി മുങ്ങിമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൂടുതലും കുട്ടികളാണ് അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും കുട്ടികൾക്ക് നീന്തൽ അറിയാത്തതാണ് മുങ്ങിമരണങ്ങൾ വർദ്ധിക്കാൻ കാരണമായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് കപ്പൂർ ജനത ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചത്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത വധക്കേസിൽ പ്രതിക്ക് ഏതു തരത്തിലുള്ള ശിക്ഷയാവും ലഭിക്കുക എന്നത് ഉറ്റുനോക്കുകയാണ് സമൂഹം. സ്വർണ്ണാഭരണത്തിന് വേണ്ടി വിനീതയെ അതിക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു തമിഴ്നാട് സ്വദേശിയായ പ്രതി. നേരത്തെ 3 കൊലപാതകങ്ങൾ ഈ പ്രതി നടത്തിയിട്ടുണ്ട്. ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയായിരുന്നു കൊലപാതകങ്ങൾ എല്ലാം. കേരള പോലീസ് സമർത്ഥമായ നീക്കത്തിലൂടെയാണ് പ്രതിയെ വലയിലാക്കിയത്. നാളെയാണ് കേസിൽ വിധി. കൊലപാതക ദിവസം രാജേന്ദ്രൻ നടത്തിയ നീക്കങ്ങൾ വേഗത്തിൽ കണ്ടെത്താനായതാണ് പോലീസിന് നേട്ടമായത്. 2022 ഫെബ്രുവരി 2 ഞായർ രാവിലെ 10:20 പ്രതി രാജേന്ദ്രൻ താൻ ജോലി ചെയ്യുന്ന പേരൂർക്കടയിലെ ടീ സ്റ്റാളിലെത്തി പ്രഭാത ഭക്ഷണം കഴിച്ചു. തൊട്ടടുത്തുള്ള തന്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നു. 11:29 രാജേന്ദ്രൻ കറുത്ത പാന്റും വെള്ള ഫുൾ സ്ലീവ് ഷർട്ടും ധരിച്ച് മുഖത്ത് കറുത്ത മാസ്കും തലയിൽ കെട്ടുമായി അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്നും മുട്ടട കുറവൻകോണം ഭാഗത്തേക്കുള്ള റോഡിലേക്ക് നടക്കുന്നു. 11:32 കുറവൻകോണം മുട്ടട റോഡുകൾ രണ്ടായി തിരിയുന്ന സാന്ത്വനം ആശുപത്രി ജംഗ്ഷനിലെത്തി കൊല നടന്ന ടാബ്സ് അഗ്രി ക്ലിനിക് അലങ്കാരച്ചെടി വിൽപ്പന സ്ഥിതി ചെയ്യുന്ന കുറവൻകോണം ഭാഗത്തേക്ക് പോകുന്നു. 11:33 കൃത്യസ്ഥലമായ അലങ്കാരച്ചെടി വിൽപ്പനശാലയുടെ സമീപത്തുള്ള ചൈതന്യ വീടിന് മുന്നിലൂടെ നടന്ന് കൃത്യസ്ഥലത്ത് പ്രവേശിച്ച് കൊലപാതകം നടത്തിയ ശേഷം കവർന്നെടുത്ത സ്വർണമാലയുമായി 11:52 ചൈതന്യ വീടിന് മുന്നിലൂടെ മടങ്ങിപ്പോകുന്നു.
അക്രമം തടയാനുള്ള വിനീതയുടെ ശ്രമത്തിനിടയിൽ രാജേന്ദ്രന്റെ വലത് കൈക്ക് പരിക്കേറ്റിരുന്നു. 11:54 രക്തം പുരണ്ട ഷർട്ടുമായി രാജേന്ദ്രൻ വീണ്ടും സാന്ത്വനം ആശുപത്രി ജംഗ്ഷനിലെത്തി ഓട്ടോറിക്ഷ കൈകാണിച്ച് കയറി മുട്ടറ റോഡിലെ കോർപ്പറേഷൻ വക അലപ്പുറം കുളത്തിന് സമീപമിറങ്ങി രക്തം പുരണ്ട ഷർട്ട് കുളത്തിൽ ഉപേക്ഷിച്ച് ഷർട്ടിനടിയിലുണ്ടായിരുന്ന ടീഷർട്ടും ധരിച്ച് മുട്ടട പ്രൈമറി ഹെൽത്ത് സെന്ററിന് സമീപമെത്തുന്നു. 12:06 ഹെൽത്ത് സെന്ററിന് സമീപത്തു നിന്ന് ഒരു സ്കൂട്ടർ യാത്രക്കാരനെ കൈകാണിച്ച് ഇദ്ദേഹത്തോടൊപ്പം സ്കൂട്ടറിന്റെ പിറകിലിരുന്ന് പരുത്തിപ്പാറ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. 12:11 പരുത്തിപ്പാറ വഴി കേശവദാസപുരത്തേക്കും 12:13 കേശവദാസപുരം ഉള്ളൂർ റോഡിലൂടെ ഇതേ സ്കൂട്ടറിൽ സഞ്ചരിച്ച് ഉള്ളൂർ ജംഗ്ഷനിലിറങ്ങി അവിടെ നിന്ന് മറ്റൊരു ഓട്ടോയിൽ കയറി വീണ്ടും കേശവദാസപുരം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നു. 12:18 രാജേന്ദ്രനെയും കൊണ്ട് ഓട്ടോറിക്ഷ കേശവദാസപുരത്തെ ഭാരത് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ നിറച്ച ശേഷം 12:38 രാജേന്ദ്രന്റെ താമസ സ്ഥലമായ പേരൂർക്കട ജില്ലാ ആശുപത്രിക്ക് മുൻവശമിറക്കുന്നു. രാത്രി 7:40 കൊലപാതക സമയത്ത് കൈയിലേറ്റ മുറിവിന് ചികിത്സ തേടി പേരൂർക്കട ജില്ലാ ആശുപത്രിയിലെത്തുന്നു. പിറ്റേ ദിവസം അതായത് ഫെബ്രുവരി 3 രാവിലെ 8 സ്വദേശമായ തമിഴ്നാട്ടിലെ കാവൽ കിണറിലേക്ക് കടക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് 5 ഗ്രാമത്തിലുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ വിനീതയുടെ സ്വർണമാല 95,000 രൂപയ്ക്ക് പണയം വയ്ക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് കാവൽ കിണറിലുള്ള ഇന്ത്യൻ ബാങ്കിന്റെ പെരുങ്കുഴി ബ്രാഞ്ചിലെത്തി ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് 32,000 രൂപ നിക്ഷേപിക്കുന്നു. 2022 ഫെബ്രുവരി 11 രാവിലെ 10 മണിക്ക് കാവൽ കിണറിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് രാജേന്ദ്രനെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെ ഒരിക്കൽ കൂടി രാജേന്ദ്രൻ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയിരുന്നു. പേരൂർക്കടയിലെ ഹോട്ടലിൽ അവശേഷിച്ച തൻ്റെ മറ്റു വസ്തുക്കൾ എടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ യാത്ര. ഈ വരവിന് വേണ്ടി കാണിച്ച അമിത ആത്മവിശ്വാസമാണ് പ്രതിയെ വേഗത്തിൽ വലയിലാക്കിയത്. കാലിൽ മുടന്തുള്ളയാളാണെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായതും പോലീസിന് കാര്യങ്ങൾ എളുപ്പമാക്കി. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. പഴയ മതഗ്രന്ഥങ്ങൾ പുതിയ പുസ്തകങ്ങളാക്കി നൽകുന്ന ഒരാളെ പരിചയപ്പെടാം. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ സ്വദേശി ജോർജാണ് 30 വർഷമായി ഇതേ ജോലി ചെയ്യുന്നത്. കൊട്ടാരക്കരയിൽ സ്വന്തമായി നടത്തുന്ന കല്ലൂർ പ്രിന്റേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് പഴയ മതഗ്രന്ഥങ്ങൾ പുതുക്കി നൽകുന്നത്. എസ് വിനീഷിന്റെ റിപ്പോർട്ട്. വേദപുസ്തകങ്ങളുടെ പേപ്പറുകൾ ഇളകിയാലോ ബൈൻഡുകൾ നശിച്ചാലോ ഇടയ്ക്കുള്ള അധ്യായങ്ങൾ ഇളകി മാറിയാലോ ഇനി ആരും വിഷമിക്കേണ്ട. കൃത്യമായി ഓർഡറായിട്ട് ചെയ്തു നൽകുന്ന ഒരാളുണ്ട് കൊല്ലം കൊട്ടാരക്കരയിൽ. അദ്ദേഹം ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. കല്ലൂർ പ്രിന്റേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. 30 വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. നമ്മളോടൊപ്പം ചേരുകയാണ്. അതുപോലെ കൊണ്ടുവരുന്ന പഴയ ബൈബിളുകളൊക്കെ ഭംഗിയായി ചെയ്തു കൊടുക്കും. അതിൻ്റെ അരുവൊക്കെ നൂത്തതും കീറിയതും ഒക്കെ ഒട്ടിച്ച് ഇതേപോലെ ബൈബിളാക്കി കൊടുക്കും. ഇതേപോലെ പുതിയ ബൈബിളാക്കി. ശരിക്കും ഇത് എത്ര ദിവസം വേണ്ടി വരും നമ്മുടെ ഈ ഒരു പണി? ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ഒരു ബൈബിൾ ഒരു ദിവസം 1.5 ദിവസമൊക്കെ വേണ്ടി വരും. പല ബൈബിളുകളും പല അളവിലാണല്ലോ അല്ലേ? അപ്പോൾ ആ അളവൊക്കെ എങ്ങനെയാണ് കറക്റ്റ്? അളവൊക്കെ അത് ആ അളവിനനുസരിച്ചുള്ള കവറിടും. അല്ല പേപ്പറുകൾ അതേപോലെ അളവിനനുസരിച്ചുള്ള പേപ്പറല്ലേ, അതെടുത്ത് എല്ലാം നൂത്ത് ശരിയാക്കി ഇതിലൂടെ കട്ടിങ് ഉണ്ട്. കട്ടിങ് കട്ട് ചെയ്ത് ഇതേപോലെ ആക്കി ഇതേപോലെ മനോഹരമാക്കി ചെയ്ത് ഇതുപോലെ കീറിയ പുസ്തകങ്ങളാണ് കൊണ്ടുവരുന്നത്. മൊത്തം ഇതുപോലുള്ള പുസ്തകങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതുപോലെ കണ്ട ഇതേപോലുള്ള പുസ്തകങ്ങളാണ് കൊണ്ടുവരണ്ട. ഇത് ചെയ്യാൻ കൊണ്ടുവന്ന പുസ്തകമാണ്. ഇതെല്ലാം ഇളവിയിരിക്കുക. ഇതെല്ലാം ഒട്ടിക്കും. ഇതിൻ്റെ സൈഡെല്ലാം ഇളക്കി വേണം കട്ട് ചെയ്യാൻ. അത് വൃത്തിയായിട്ട് ഇങ്ങനെ എടുത്ത് നല്ലോണം വെച്ച് ഒട്ടിച്ച് തേച്ച് അതിൻ്റെ ചുളുക്കൊക്കെ മാറ്റി വേറെ ഇതുപോലുള്ള പുസ്തകം കൊണ്ടുവരുവാണെങ്കിൽ അതിൽ നിന്ന് ഇളക്കി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കും. ഈ പേപ്പർ തന്നെ വൃത്തിയാക്കി ചെയ്തു കൊടുക്കും. ഇത് തന്നെ ഈ പുസ്തകം തന്നെ വൃത്തിയാക്കി ചെയ്തു കൊടുക്കും. അതാ പരിപാടി. കണ്ട ഇതുപോലെ കൊണ്ടുവരുന്ന പുസ്തകം ഇതേപോലെ ആക്കി വൃത്തിയാക്കി ചെയ്തു കൊടുക്കും. നമ്മുടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ടോ? ആളുകൾ ഒരുപാട് പേര് വടക്കേ ഇന്ത്യയിൽ നിന്നുമൊക്കെ അയച്ചു തരും. പോസ്റ്റ് ഓഫീസ് വഴി അയച്ചുകൂടെ തരുമ്പോൾ നമ്മൾ അത് ചെയ്ത് തിരിച്ച് ആ പോസ്റ്റ് ഓഫീസിൽ തന്നെ അയച്ചു കൊടുക്കും. മലയാളം മാത്രമല്ല ഏത് ഭാഷയിലുള്ളതും ചെയ്യാൻ പറ്റുമോ? ഏത് ഭാഷയിലും ചെയ്തോ, ഏത് പുസ്തകം ചെയ്യാം. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,945, പവൻ 71,560.
18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 7405, പവന് 59,240, വെള്ളി ഗ്രാമിന് 108, കിലോയ്ക്ക് 1,08,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. ഇനി ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ്. രഞ്ജിത് രാമേന്ദ്രൻ ചേരും. നമസ്കാരം.